ഹായ് ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമെഡിക്കൽ ഫോർസും ഓപ്പറേഷൻ തിയറി ആൻഡ് ടെക്നോളജി. അതിൽ ഒരു അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കിൽസ് എന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് എ സെറ്റ് 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡിസ്കഷൻസ് ഉണ്ടാവും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലാസ്റ്റ് സ്ലൈഡ് നമുക്കൊരു 10 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ തരും. ഈ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇതൊക്കെ തന്നെയായിരിക്കും എക്സാമിൽ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സ്ലൈഡ് 1. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റെസ്യൂമി? റെസ്യൂമി എന്ന് വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ഓർഗനൈസേഷന് സബ്മിറ്റ് ചെയ്യുന്നതാണ് റെസ്യൂമി എന്ന് പറയുന്നത്. അത് ബയോഡാറ്റ എന്ന് പറയും, സി വി എന്ന് പറയും, റെസ്യൂമി എന്ന് പറയും, അങ്ങനെ പല പേരിൽ തന്നെ വിളിക്കും. അപ്പം എൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ജോബ് കിട്ടാൻ വേണ്ടിയില്ല, ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ റെസ്യൂമി സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. Which of the following is typically included in contact information section of the resume? റെസ്യൂമിയുടെ കോൺടാക്ട് ഇൻഫർമേഷൻ നാച്ചുറലി നമ്മളെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് വരുന്നത്. ആൻസർ ബി ആണ്. what is the ideal length of a professional resume? റെസ്യൂമി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിലും പോകാൻ പാടില്ല, ഒരുപാട് ഷോർട്ട് പോകാൻ പാടില്ല. കാരണം കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം, ഐ ക്യാച്ചിങ് ആയിരിക്കണം, പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടണം, പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലാവണം, നിങ്ങളെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ സമയം എടുക്കട്ടെ. അതുകൊണ്ട് ഒരുപാട് കൂടുതലും ആകാൻ പാടില്ല, കുറവും പാടില്ല. അതുകൊണ്ട് ഐഡിയലി ഒരു 1-2 പേജാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ആൻസർ സി ആണ്. വിച്ച് റെസ്യൂമി ഫോർമാറ്റ് ദിസ് വർക്ക് എക്സ്പീരിയൻസ് ഫ്രോം മോസ്റ്റ് റീസെൻറ്റ് ടു ഓൾഡസ്റ്റ്? അത് സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത ജോലികളോ നമ്മുടെ എക്സ്പീരിയൻസോ ഒക്കെ നമ്മൾ അതിനത് രേഖപ്പെടുത്തുമ്പോൾ അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഫങ്ഷണൽ റെസ്യൂമി മെയിൻലി ഫോക്കസസ് ഓൺ. ഫങ്ഷണൽ റെസ്യൂമി വെച്ച് എന്താണ്? നമ്മൾ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ കഴിവുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഫങ്ഷണൽ റെസ്യൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സി ആണ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ഓക്കെ, എ കോമ്പിനേഷൻ റെസ്യൂമി ഇൻക്ലൂഡ്സ്. എ കോമ്പിനേഷൻ റെസ്യൂമി എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിൽസും ഉണ്ടാവും, പിന്നെ നമ്മൾ കുറേ കാലം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എല്ലാം കൂടെ ചേർന്നിട്ടായിരിക്കും അതുകൊണ്ടാണ് അതിനെ ഹൈബ്രിഡ് റെസ്യൂമി എന്ന് പറയും. ഓക്കെ, ആൻസർ സി ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് സെക്ഷൻ ഇൻ എ റെസ്യൂമി? റെസ്യൂമിയുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ എന്താണ്? നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്, നമ്മൾ എന്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുന്നത്, അതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഗോൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയിക്കുന്നത് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, ടു സ്റ്റേറ്റ് കരിയർ ഗോൾസ്. പിന്നെ പാരാമെഡിക്കൽ റെസ്യൂമി സ്കിൽ ഈസ് മോസ്റ്റ്. പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ടെക്നോളജിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു സ്കില്ലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം സ്കിൽ മാത്രമല്ല, അവർ ഡീൽ ചെയ്യുന്ന കൂടുതൽ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയാസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ക്രിട്ടിക്കൽ കെയർ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന റെസ്യൂമിൽ. ആൻസർ സി ആണ്. ജോയിനിങ് ലെറ്റർ ഇസ് റിട്ടൺ ടു. ജോയിനിങ് ലെറ്റർ വെച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, നമ്മളവരെ സെലക്ട് ചെയ്യുന്നു, അവർ ഒരു ഓഫർ തരികയാണ്, ജോലിക്ക് കയറാൻ വേണ്ടി ഓഫർ തരികയാണെങ്കിൽ നമ്മളൊരു ഓഫർ സ്വീകരിച്ചു എന്നുള്ളൊരു ലെറ്ററാണ് ജോയിനിങ് ലെറ്റർ എന്നാണ്. അപ്പോൾ ഒരു ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന ലെറ്ററാണ് ജോയിനിങ് ലെറ്റർ. കവർ ലെറ്റർ എന്ന് വെച്ചിട്ടാണ് ഒരു കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഒരു കവർ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധപ്പെടാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ട്, അതിനാണ് കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. സോ ആൻസർ ബി ആണ്. റെസിഗ്നേഷൻ ലെറ്റർ ഈസ് റിട്ടേൺ ടു. അത് നമുക്കറിയില്ല, നമ്മൾ ജോലി വിടുമ്പോൾ അതിന് ഒഫീഷ്യലായിട്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടു എന്നുള്ളൊരു ലെറ്ററാണ് റെസിഗ്നേഷൻ ലെറ്റർ. ആൻസർ സി ആണ്. റെസിഗ്നേഷൻ ലെറ്റർ എന്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? റെസിഗ്നേഷൻ ലെറ്ററിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റോ പരാതി, നമ്മൾ പല കാരണം കൊണ്ടും ജോലിയിൽ നിന്ന് വിടാം. ഇപ്പം ചിലപ്പം
എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പോവാം. അങ്ങനെ ചിലപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പാടില്ല. അവരെ കളിയാക്കുന്ന രീതിയിലോ അവരൊന്നും എഴുതാൻ പാടില്ല. അത് പക്ക ഒരു ഫോർമലായിട്ട് കാര്യങ്ങൾ എഴുതുക. ലാസ്റ്റ് വർക്കിംഗ് ഡേ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ആൻസർ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ മെമ്മോ? മെമ്മോ എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള കമ്മ്യൂണിക്കേഷനാണ് മെമ്മോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണലി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഒരു മെമ്മോ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. മെമ്മോയിൽ എന്താ ഉള്ളത്? മെമ്മോ യൂഷ്വലി കണ്ടെയ്ൻസ് അങ്ങനെ ചെറിയൊരു കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ മെയിൻ ഹെഡിങ് എന്തായിരിക്കും, ഡേറ്റ് എന്തായിരിക്കും, സബ്ജക്റ്റ് ഇതൊക്കെ ആയിരിക്കും അതിനകത്തുള്ളത്. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണത്തില്ല. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ചെറിയ ലെറ്റർ ആയിരിക്കും. അതിന് ആൻസർ ബി. ബിസിനസ് ലെറ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ. ബിസിനസ് ലെറ്റേഴ്സ് പക്ക ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. രണ്ട് ഓർഗനൈസേഷൻ തമ്മിലാണ്, രണ്ട് സ്ഥാപനങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫോർമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനാണ് ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻസർ ബി. കറക്റ്റ് സൊല്യൂഷൻ ഇൻ സല്യൂട്ടേഷൻ സല്യൂട്ടേഷൻ വെച്ചാൽ നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നതിനാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരെ എന്ത് പറഞ്ഞ് സംബോധിക്കുന്നു, മീൻസ് ഹലോ പറയണോ, ഹായ് പറയണോ, ഡിയർ എന്ന് പറയണോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ ഒരാൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ ഫോർമൽ ലെറ്ററിൽ നമ്മൾ ഒരുപാട് ഇൻറ്റിമേറ്റുള്ള വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ചില വേർഡ്സ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ആൻസർ സി ആയിരിക്കും. ഹലോ എന്നുള്ള പോലെ ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ. നമ്മൾ ഒരുപാട് അടുപ്പം കാണിക്കാൻ പാടില്ല, അതേസമയം നമ്മൾ ഒരുപാട് ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല. ഒരു കറക്റ്റ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ അഡ്രസ് ചെയ്യാൻ. അപ്പോൾ ഇതിന് ആൻസർ ഹലോ. ഓക്കെ. ദി ക്ലോസിംഗ് ഓഫ് എ ബിസിനസ് ലെറ്റർ ഷുഡ് ബി. ഒരു ലെറ്റർ ക്ലോസ് ചെയ്യുമ്പോൾ, ബിസിനസ് ലെറ്റർ ക്ലോസ് ചെയ്യുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ സ്റ്റാൻഡേർഡായിട്ട് ക്ലോസ് ചെയ്യണം. നമ്മൾ ഒരുപാട് ഇൻറ്റിമേസി കാണിക്കാനും പാടില്ല, അതേസമയത്ത് നമ്മൾ കൂടുതൽ ഡിസ്റ്റൻസും കാണിക്കാൻ പാടില്ല. അപ്പം ഐ തിങ്ക് ഇതിനകത്ത് കറക്റ്റ് ആൻസർ സി ആണ്. സിൻസിയർലി, യൂസ് ട്രൂലി, ബെസ്റ്റ് റിഗാർഡ്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ. മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് എഴുതുന്നതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ മീറ്റിംഗിൻ്റെ പോയിന്റ്സിൽ നോട്ട് ചെയ്യാനും, എന്തൊക്കെ ഡിസ്കഷൻ നടന്നു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ എഴുതി അതിനെ ഓഫീഷ്യലാക്കി എല്ലാവരെയും കൂടെ സൈൻ എടുപ്പിക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഓഫീഷ്യലായെന്ന് എല്ലാവരും ഉറപ്പിക്കുകയാണ്. അതിനാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരാൾ എഴുതും, മറ്റൊരെല്ലാവരും കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിക്കുന്നതിനാണ് മിനിറ്റ്സ്. അപ്പോൾ ആൻസർ ബി ആണ്, റെക്കോർഡ്സ് ഓഫ് മീറ്റിംഗ് ഡിസ്കഷൻസ്. വാട്ട് ഈസ് ഇൻക്ലൂഡഡ് മീറ്റിംഗ് മിനിറ്റ്സ്? അപ്പോൾ മീറ്റിംഗ് മിനിറ്റ്സിൽ എന്താണ് നമ്മളൊരു മീറ്റിംഗ് കൂടുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാനല്ല, അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അജണ്ട ഉണ്ടാവും. അജണ്ടയുടെ ബേസിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. വേറെ ജനറലായിട്ട് ടോപ്പിക്കൊന്നും സംസാരിക്കില്ല, ടൈം വേസ്റ്റ് ആക്കില്ല, ടു ദി പോയിന്റ് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പം മീറ്റിംഗ് മിനിറ്റ്സ് അതിനകത്ത് അജണ്ട എന്താണെന്നുള്ള ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ ഡിസ്കഷൻസ്, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു അത് നമ്മൾ അതിനകത്ത് എഴുതണം. ഫസ്റ്റ് അജണ്ട എഴുതണം, പിന്നെ ഡിസിഷൻസ് എന്തൊക്കെ തീരുമാനം എടുത്തത് നമ്മൾ എഴുതണം, പിന്നെ എല്ലാവരെയും കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. അപ്പം 3 കാര്യങ്ങൾ. ആദ്യം നമ്മൾ അജണ്ട എഴുതുന്നു, രണ്ടാമത് എന്തൊക്കെ തീരുമാനം എടുത്തെന്ന് എഴുതുന്നു, മൂന്നാമത് നമ്മൾ എല്ലാവരെയും കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. അപ്പം ആൻസർ എന്താണ്? ഡി ആണ്. The main purpose of an event report is to. ഒരു ഈവെൻറ്റിൻ്റെ റിപ്പോർട്ട് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഈവെൻ്റ് കൊണ്ട്, ആ ഈവെൻ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നോ ഇല്ലേ എന്നുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പം അതിന് നമ്മൾ ഒരു പഠനമാണത്. അപ്പോൾ അതിനെയാണ് ഈവെൻ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഈവെൻ്റ് നടത്തുമ്പോൾ നമുക്കൊരു ചില ഉദ്ദേശങ്ങളുണ്ടാവും. ഈവെൻ്റ് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്തിയോ എത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് റീസൺ അത് കണ്ടുപിടിക്കുന്നതാണ് ഈവെൻ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്, അനലൈസ് ഈവെൻ്റ് റിപ്പോർട്ട്സ്. വൈ ആർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡഡ് റിപ്പോർട്ട്സ്? റിപ്പോർട്ട്സിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കണക്കുകൾ എന്തിനാണ് വയ്ക്കുന്നത്? അപ്പം നമ്മൾ ഏത് റിപ്പോർട്ടായാലും അതിനകത്ത് കണക്കില്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. റിപ്പോർട്ടിന് ആൾക്കാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം കണക്കും തെളിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ആൻസർ ബി ആണ്, ഇൻക്രീസ് ക്രെഡിബിലിറ്റി. വിച്ച് ഓഡിയൻസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഈവൻ റിപ്പോർട്ട്? ഈവൻ റിപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ
എന്തിനാണ്, ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിയൻസ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ഈവൻറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഈവൻറ്റ് നടക്കുമ്പോൾ നാച്ചുറലി ഈവൻറ്റിന് പല കാര്യങ്ങളും കാണും, പല നടത്തിപ്പുകാർ കാണും, അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ കാണും, അതിന് സ്പോൺസർ ചെയ്ത ആൾക്കാർ കാണും. അപ്പോൾ ആരുടെ ചിലവിലാണ് ഈ ഈവൻറ്റ്സ് എല്ലാം നടന്നത്, അതിനെ സ്പോൺസർ ചെയ്ത ആരാണ്, അവർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ഈ പാരഗ്രാഫ് ഷുഡ് ഫോക്കസ് ഓൺ, ഒരു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ കുറച്ച് സെൻറ്റൻസസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ആ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഐഡിയ കവർ ചെയ്യുന്നതായിരിക്കും ആ പാരഗ്രാഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് പറയുമ്പോൾ നമ്മളൊരു പാരഗ്രാഫായിട്ട് യൂസ് ചെയ്യും. അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോകും. സോ ഒരു ഐഡിയക്ക് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൺ സെൻട്രൽ ഐഡിയ ആണ് ആൻസർ. കോഹറൻസ് ഇൻ റൈറ്റിംഗ് മീൻസ്, കോഹറൻസ് മീൻസ് എല്ലാം കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്നതിനാണ് കോഹറൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യത്തിലേക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് പോകുന്നതിനാണ് കോഹറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ലോജിക്കൽ ഫ്ലോ. ആൻസർ ആണ്. എസ്സേ typically ഹാസ് ഹൗ മെനി പാർട്സ്? ഒരു എസ്സേയിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടോ? എസ്സേയിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന് താഴെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പിന്നെ സബ്ജക്റ്റിൻ്റെ മെയിൻ കാര്യങ്ങളുണ്ടാവും, പിന്നെ അതിൻ്റെ ലാസ്റ്റ് ആ സബ്ജക്റ്റ് എസ്സേയുടെ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്. അങ്ങനെ 3 പാർട്ടാണ് എസ്സേയിലുള്ളത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. ആൻസർ ബി. ഇൻട്രൊഡക്ഷൻ ഓഫ് എൻ എസ്സേ ഷുഡ് ബി നാച്ചുറൽ. ഇൻട്രൊഡക്ഷനിൽ തുടക്കത്തിലൊരു പാരഗ്രാഫ് ഉണ്ടാവും, അത് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. പ്രെസിസ് റൈറ്റിംഗ് മീൻസ്, പ്രെസിസ് മീൻസ് ചെറുതായിട്ടുള്ള ചില കാര്യങ്ങൾ എഴുതുന്നു, ടു ദി പോയിന്റ് ചില കാര്യങ്ങൾ എഴുതാനാണ് പ്രെസിസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, സമ്മറി റൈറ്റിംഗ്. എ ഗുഡ് പ്രെസിസ് ഷുഡ് ബി, നാച്ചുറലി ആൻസർ ഇതിന് ബി ആണ്. നമ്മൾ കുറച്ച് സെൻറ്റൻസിൽ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നതാണ് പ്രെസിസ് എന്ന് പറയുന്നത്. നമുക്ക് ഷുഡ് ബി ക്ലിയർ, ബ്രീഫ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, ടു ദി പോയിന്റ് ആയിരിക്കണം. ഓക്കെ, ആൻസർ ബി ആണ്. ലിസണിങ് ഈസ് കൺസേൺ, ലിസണിങ് ഈസ് നമ്മൾ കേൾക്കുകയാണ്, നമ്മൾ റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. സ്പീക്കിംഗ് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പറയണം, അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ആൻസർ ബി ആണ്, പ്രൊഡക്റ്റീവ്. റീഡിങ് കൊണ്ട് എന്താണ് ഇമ്പ്രൂവ് ആവുന്നത്? റീഡിങ് കൊണ്ട് എല്ലാം ഇമ്പ്രൂവ് ആവും. വൊക്കാബുലറി ഇമ്പ്രൂവ് ആവും, ഗ്രാമർ ഇമ്പ്രൂവ് ആവും, റൈറ്റിംഗ് ഇമ്പ്രൂവ് ആവും. ആൻസർ ഡി ആണ്. റൈറ്റിംഗ് സ്കിൽ ഹെൽപ്സ്. റൈറ്റിംഗ് ചെയ്താൽ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണ്? റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലി അതിനെ ഒരു കാര്യം പറ്റി ആലോചിക്കുന്നു, അതിനെ തിങ്ക് ചെയ്യുന്നു, അതിൻ്റെ വേർഡ്സ് കറക്റ്റ് ആക്കുന്നു, സ്പെല്ലിങ്സ് കറക്റ്റ് ആക്കുന്നു. അപ്പം നമുക്ക് എക്സ്പ്രഷൻ, പ്രാക്ടീസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആൻസർ ബി ആണ്. റിസപ്റ്റീവ് സ്കിൽസ്, റിസപ്റ്റീവ് മീൻസ് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ റിസീവ് ചെയ്യുന്നത് നമ്മൾ വായിക്കുമ്പോൾ കണ്ണിൽ കൂടെയും കേൾക്കുമ്പോൾ ചെവി കൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും റിസീവ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ആൻസർ ലിസണിങ് ആൻഡ് റീഡിങ്. തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൊഡക്റ്റീവ് സ്കിൽ. പ്രൊഡക്റ്റീവ് സ്കിൽ നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, അപ്പം നമ്മൾ സംസാരിച്ചോ എഴുതിയാണ് നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. ആൻസർ സി ആണ്. മെമ്മോ ഈസ് യൂഷ്വലി റിട്ടേൺ ഇൻ. മെമ്മോ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷനകത്തുള്ള ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം അത് ഫോർമലായിട്ട് എഴുതേണ്ടത്, ഓഫീഷ്യൽ ലെറ്ററാണത്. അതുകൊണ്ട് കാഷ്വലായിട്ടോ ഇൻഫോർമലായിട്ടോ പൊയറ്റിക് എന്ന് എഴുതാൻ പാടില്ല, ഫോർമൽ ടോണിലാണ് എഴുതേണ്ടത്. ബിസിനസ് ലെറ്റർ ബോഡി കണ്ടെയ്ൻസ്. ബിസിനസ് ലെറ്റർ ബോഡി എന്താണ്? ബിസിനസ് ലെറ്റർ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും എഴുതാതെ ജസ്റ്റ് കാര്യം എന്താണെന്ന് മാത്രം നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ബോഡിക്കകത്ത് ബിസിനസ്സിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ കാര്യം മാത്രമാണ്. അപ്പം മെയിൻ മെസ്സേജാണ്. ഇൻ മിനിറ്റ്സ് അജണ്ട റിഫേഴ്സ് ടു. ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മിനിറ്റ്സ് എഴുതാറുണ്ട്. ആ മിനിറ്റ്സിനകത്ത് പല കാര്യങ്ങളുണ്ടാവും. അതിനകത്ത് മെയിൻ അന്നത്തെ ടോപ്പിക് എന്താണ്, എന്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ആ ടോപ്പിക്കാണ് അജണ്ട എന്ന് പറയുന്നത്. ആൻസർ ഈവൻറ്റ് റിപ്പോർട്ട് ഷുഡ് ബി. ഈവൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് എഴുതണം. എപ്പോഴും എവിടെ എങ്ങനെ നടന്നു, ആരൊക്കെ നടത്തി, എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതണം. ആൻസർ ബി ആണ്. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇൻ റിപ്പോർട്ട് ഷോ.
ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നാച്ചുറലി എന്താണ് ഒരു റിപ്പോർട്ടിൽ ഒരു അതിനകത്തുള്ള പൈസയുടെ ഇടപാടും ബാക്കി ലാഭവും നഷ്ടവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നാച്ചുറലി ആൻസർ എ ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് റിപ്പോർട്ട്. ക്വാളിറ്റേറ്റീവ് മീൻസ് അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ അറിയണമെങ്കിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് അത് ഉപയോഗിച്ച ആൾക്കാർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അത് റിസീവ് ചെയ്ത ആൾക്കാർ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ കോട്ട്സ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ എടുക്കുന്നതിനാണ് കോട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. റെസ്യൂമി. റെസ്യൂമി എന്ന് വെച്ചാൽ നമ്മളെ പറ്റിയ ഒരു ഇൻട്രൊഡക്ഷനാണ് റെസ്യൂമി എന്ന് പറയുന്നത്. അപ്പോൾ അത് നാച്ചുറലി നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാണ്. നമുക്കൊരു ഇൻ്റർവ്യൂവിന് കിട്ടാനും നമ്മൾ ജോലിക്ക് അപേക്ഷിക്കുന്ന കൊടുക്കുന്ന കാര്യമാണ് റെസ്യൂമി. അപ്പോൾ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പം അതൊരു മാർക്കറ്റിംഗ് ടൂളാണ്. ആൻസർ ബി ആണ്. CV യൂസ്ഡ് ബൈ ഫ്രഷേഴ്സ്, എക്സ്പീരിയൻസ് സ്റ്റുഡൻസ്. CV എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകും. കുറേ കാലം നമ്മൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് വരും. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതും, ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ എഴുതും. അപ്പം CV എന്ന് പറയുന്ന സാധാരണ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് ആണ് CV യൂസ് ചെയ്യുന്നത്. ആൻസർ ജോയിനിങ് ലെറ്റർ ടോൺ ഷുഡ് ബി. നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എഴുതുന്ന ലെറ്റർ പക്ക ഒരു ഫോർമൽ ലെറ്റർ ആയിരിക്കണം. കാഷ്വലോ ഫണ്ണി ഇമോഷണൽ ആവാൻ പാടില്ല. അപ്പം ആൻസർ ബി ആണ്. കവർ ലെറ്റർ ഷുഡ് ബി. കവർ ലെറ്റർ എന്ന് വെച്ചാൽ ഒരു മെയിൻ കാര്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലെറ്ററാണ് കവർ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് എൻ്റെ മെയിൻ കാര്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ, വേറെ ഒന്നും എഴുതണ്ട. അപ്പോൾ കുറച്ച് എഴുതാൻ പാടുള്ളൂ, അതിൻ്റെ മെയിൻ ഉള്ളടക്കം എന്താണ് അത് മാത്രമേ എഴുതണം. അപ്പം കോൺഷ്യസ് ആൻഡ് റെലവൻറ്റ് ബി ആണ്. റെസിഗ്നേഷൻ ലെറ്റർ ഷുഡ് അവോയ്ഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ വെറുതെ ആവശ്യമുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ അവരെ പറ്റി കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് നന്ദി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബേസിക്കലി നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പാടില്ല. അപ്പോൾ ആൻസർ ബി ആണ്. കംപ്ലയിൻസ് ഒന്നും എഴുതാൻ പാടില്ല. ഓക്കെ, നമുക്ക് പ്രൊഫഷണൽ ടോൺ, കംപ്ലയിൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഡേറ്റ് ഇതെല്ലാം എഴുതാം. കംപ്ലയിൻസിന് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പാടില്ല. ഓക്കെ, മെമ്മോ ഡിക്ലറേഷൻ പാർട്ട്. മെമ്മോ ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ മെമ്മോയ്ക്കകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാറുള്ളൂ. അതിൽ മെയിൻ പോയിന്റ് നമ്മൾ എഴുതേണ്ടത് ആൻസർ ബി ആണ്. ബിസിനസ് ലെറ്റർ സിഗ്നേച്ചർ ഇൻക്ലൂഡ്സ്. ഒരു ബിസിനസ് ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ പേര് എഴുതണം, നമ്മളെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ടൈറ്റിൽ എഴുതണം, നമ്മളെ കമ്പനിയുടെ പേരുണ്ടായിരിക്കും, എല്ലാം അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. പക്ക ഫോർമൽ ലെറ്ററാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഈവൻറ്റ് റിപ്പോർട്ട് മസ്റ്റ് കമ്പയർ. ഈവൻറ്റ് റിപ്പോർട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം നടത്തുമ്പോൾ അതിനകത്ത് ഒരുപാട് എക്സ്പെൻസസ് ഒക്കെ വരും. നമ്മൾ പ്ലാൻ ചെയ്ത എക്സ്പെൻസ് ആയിരിക്കത്തില്ല പിന്നെ ലാസ്റ്റിൽ നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണ് ബഡ്ജറ്റ് ചെയ്തതും ആക്ച്വലി നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആൻസർ എ ആണ്, ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽ. മിനിറ്റ്സ് ഷുഡ് റെക്കോർഡ്. മിനിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എന്തൊക്കെ തീരുമാനം എടുത്തു എന്ന് എഴുതണം. കാരണം നെക്സ്റ്റ് മീറ്റിംഗിൽ ഈ മിനിറ്റ്സിൻ്റെ റെക്കോർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത മീറ്റിംഗിലേക്ക് പോകുന്നത്. അപ്പോൾ സെയിം അജണ്ടയാണെങ്കിൽ അടുത്ത മീറ്റിംഗ് വരുമ്പോൾ പഴയ മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനം എടുത്തു അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡിസിഷൻസ് ആണ് ആൻസർ ബി. ഗുഡ് റൈറ്റിംഗ് ഷുഡ് ബി. നന്നായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? ക്ലിയർ ആൻഡ് കോൺസൈസ് ആയിരിക്കണം. നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതണം, നമ്മൾ അക്ഷരം വായിച്ചാൽ മനസ്സിലാവണം, പോയിന്റ്സ് ക്ലിയർ ആയിട്ട് പറയണം. നമ്മൾ അതേ സമയത്ത് ഒരുപാട് ഡീറ്റെയിൽ പോകാതെ കുറച്ച് വേർഡ്സും സെൻറ്റൻസസ് യൂസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാൻ പറ്റണം. ആൻസർ ബി ആണ്. ഓക്കെ, ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട് 10 എണ്ണം. ഇത് നിങ്ങളുടെ യൂണിറ്റിലെ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് നോക്കിയിട്ട് ഈ എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ്. താങ്ക് യു വെരി മച്ച്.